ഹലോ മച്ചന്മാരെ, അപ്പം എഡിക്കടി ഗെയിമിംഗ് 2 പുതുത്തൻ വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ ഗൈസ്, അപ്പം നമ്മുടെ ഇന്ന് കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വോയിസ് വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം അറിയാലോ, കുറച്ച് തിരക്കായിപ്പോയി, അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് ബസ്സിഡ് കണ്ടൻ്റ് ആയിട്ടല്ല ഗൈസ്, നമ്മുടെ സ്വന്തം ബസ് സിമുലേറ്റർ കേരള. അപ്പം ഗെയിമിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഗൈസ്, ഞാൻ നോക്കിയിട്ട് പോരാ ഗൈസ്. നമ്മുടെ ബസ്സിൻ്റെ പേരാണ് ബസ് സിമുലേറ്റർ കേരള. അപ്പം മാറിപ്പോയിട്ടൊന്നുമില്ല ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗെയിം ഇറങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഗെയിമിലൊരു കിഡിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മളിപ്പം ഇനി മുതൽ നമ്മുടെ ഈ ചാനലിൽ എന്ന് വെച്ചാൽ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ അല്ലാതെ ബസ് സിമുലേറ്റർ കേരളയുടെ ലിവറി റിലീസിങ് വീഡിയോയും കൂടി വരും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കാരണം ഇപ്പം ബസ് സിമുലേറ്ററും നമ്മുടെ ബസ്സിൽ ഇപ്പം ആൾക്കാർ കളിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം വ്യൂസും ഒക്കെ കംപ്ലീറ്റ്ലി ഇപ്പം ബസ്സിൻ്റെ ഒരു ഡൗൺ ആയി കിടക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇപ്പം മോഡിൻ്റെ പ്രശ്നം, OBP ലോക്ക്, ഡെയിലി അപ്ഡേറ്റ് വരും, ട്രാഫിക്കിൻ്റെ പ്രശ്നം. അപ്പം ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു കിടിലൻ മോഡായിട്ട് കിടിലൻ ഗെയിമായിട്ട് അത് കേരളത്തിൽ നിന്നൊരു ഗെയിം എന്നതാണ് നമ്മുടെ ബസ് സിമുലേറ്റർ കേരള ഗൈസ്. അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ലീഡർ ബോർഡ് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കഴിഞ്ഞ അപ്ഡേറ്റ് വരെ ഓഫ്ലൈൻ ആയിരുന്നു ഗെയിം, ഇപ്പോൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഗാരേജ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗാരേജ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് കാണുകയില്ല, നമുക്ക് ഫസ്റ്റ് റീസെറ്റ് ലിവറി റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഓരോ നമ്മുടെ ഫോൾഡറിൽ കൊണ്ട പേരിടുക. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എങ്ങനെയാണ് ലിവറി സെറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ അടുത്ത് തന്നെ ആടുന്നുണ്ട്, മാക്സിമം നാളെയോ മറ്റന്നാളോ. അപ്പം ഇതൊക്കെ ഓരോ വണ്ടീൻ്റെ ലിവറിയും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഏതാണോ വേണ്ടത്, പൈസ കൊടുക്കുകയാണെങ്കിൽ പൈസ കൊടുക്കാം. ഇപ്പോൾ പിങ്ക് ലിമിറ്റഡ് വെച്ചിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ പൈസ കൊടുക്കാം. ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണ് നമ്മളെ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഈ സ്കിൻ ഇട്ടു. അപ്പോൾ ഞാനിപ്പോൾ പൈസ കൊടുത്താടാം. പിന്നെ അതുപോലെ തന്നെ മെയിൻലി നമ്മുടെ ബസ്സിഡ് പോലെയൊക്കെ പൈസേൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ പൈസ ഉള്ളത് 1344 പിന്നെ സെറ്റിങ്സിൽ നമുക്കിത് നോർമലി എനിക്ക് വേറെ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല, പണ്ടുള്ളത് തന്നെയാണ്. അപ്പം ഒക്കെ ചെയ്യുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഹെൽപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് കാര്യങ്ങൾ, സ്കിന്നിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹൗ ടു ചേഞ്ച് സ്കിൻ വീഡിയോ ഇൻ മലയാളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതായത് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ അത് യൂട്യൂബ് വീഡിയോയിലോട്ടാണ് പോവുക. അപ്പം വേറെ ആരല്ല, അപ്പോൾ നമ്മുടെ ഈ ഗെയിം ഡെവലപ്പ് ചെയ്ത് നമ്മുടെ സ്വന്തം ഗെയിമർ ചങ്ക്സ് ആണ്. അപ്പോഴത്തെ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലായിട്ട് CG അങ്ങനത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗെയിമർ ചങ്ക്സിൻ്റെ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഗെയിം ഡെവലപ്പ് ചെയ്ത് ഗെയിമർ ചങ്ക്സ് ആണെന്നാണ് തോന്നുന്നത്. ആണ് ഗെയ്സ്, ഗെയിമർ ചങ്ക്സ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് പ്ലേ ചെയ്യാം. അപ്പം പ്ലേ എന്ന് കൊടുക്കുന്ന ടൈമിൽ പിന്നെ അതുപോലെ തന്നെ ഈ ഗെയിം ഞാനിപ്പം റിവ്യൂ ചെയ്യാനുള്ളൊരു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാമല്ലോ നമ്മുടെ ബസ് സിമുലേറ്റർ പണ്ട് കിടലനായിരുന്നു. പക്ഷേ ഇപ്പം കുറേ ഇതൊക്കെ വന്നിട്ട് എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒരു സുഖമില്ലാത്ത ഗെയിം ആക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ പ്ലേയേഴ്സിന് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുന്ന വഴിക്ക് സ്റ്റോപ്പ് എടുക്കുക, ആഡ് ഉണ്ട് ഗൈസ്. മെയിനായിട്ട് നമ്മുടെ ബസ്സിഡ് പോലെ ഒരു ആഡ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പോരായ്മയല്ല, പക്ഷെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് ആഡാണ്. ചില ആഡിനൊക്കെ നീട്ടം കൂടുതലുള്ള ആഡാണ് വരുന്നത്. അപ്പോൾ പോരായ്മയായിട്ട് ഇപ്പോൾ അതെനിക്കിപ്പം ഉള്ളു. ഞാനൊരു പ്രാവശ്യം കളിച്ച് നോക്കിയാട്ടാ. അപ്പം അറിയാലോ, ബസ് സിമുലേറ്ററൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ഡൗൺ ആയി കിടക്കുകയാണ്. അപ്പോൾ മെയിൻലി ട്രാഫിക്കിൻ്റെ ഇഷ്യൂ, പിന്നെ കുറേ ഫീച്ചേഴ്സ് പോയി, പിന്നെ 1GB 2GB എന്താ പറയുക, അപ്പം നമ്മുടെ നോർമൽ സബ്സ്ക്രൈബേഴ്സിനൊന്നും കളിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനത്തോണ്ടാണ് ഇപ്പോൾ ബസ് സിമുലേറ്ററൊക്കെ ഔട്ടായി പോയത്. കംപ്ലീറ്റ്ലി ഔട്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിപ്പം 1GB 2GBയിലൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഗെയിമാണ് ഗൈസ് നമ്മുടെ ബസ് സിമുലേറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ ഇൻറ്റീരിയറിൽ വന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഗെയിമർ ചങ്കിൻ്റെ ലോഗോ, GC എന്ന് പറയുന്നത്. അപ്പം വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയത് കിടിലൻ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ബസ് സ്റ്റാൻഡ് പോലത്തെ ഒരു ബസ് സ്റ്റാൻഡാണ്. പിന്നെ അഡീഷണലായിട്ട് ഇപ്പോൾ എന്തൊക്കെയാണ് ആഡ് ആക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ മാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ ഞാനിപ്പോൾ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതിൽ ബസ് സ്റ്റാൻഡിൽ നമ്മുടെ ബസ് സിമുലേറ്ററിൽ കൂടുതലില്ലാത്തൊരു ഫീച്ചേഴ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ യാത്രക്കാരത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കിടിലൻ ഫീച്ചറാണ് ബസ് സിമുലേറ്ററിലുണ്ട്. നമ്മുടെ എന്താ പറയുക, ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്നത്.
പക്ഷെ എന്തായാലും ഇത് പൊളിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു ഏതോ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊല്ലത്തോ ഏതോ ഒരു സ്ഥലത്ത് ഈ സെയിം ഒരു ബസ് സ്റ്റാൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ന്യൂട്രലാണ്. ആ നേരെ വണ്ടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് നമുക്ക് വണ്ടി എടുക്കാം. എന്നിട്ട് ഈ കാണുന്ന നീല ബോക്സ് കണ്ട, ഈ ബോക്സിൽ നേരെ വണ്ടി കയറ്റിയാൽ വെച്ചേക്കാം. അപ്പോൾ കിട്ടും. അപ്പോൾ സ്റ്റാർട്ട് ട്രിപ്പ് കൊടുക്കുക, നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായി നേരെ റിവേഴ്സ് വരിക. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പം ഞാൻ ഓൾറെഡി കളിച്ച് ബസ് സ്റ്റാൻഡ് കൊണ്ടെത്തുകൊണ്ടാണോ എന്ന് അറിയത്തില്ല എനിക്ക് ആദ്യം വന്നത് ഒരു പറമ്പിലായിരുന്നു വണ്ടി ഉണ്ടായത്. ആ പറമ്പിൽ നിന്ന് നേരെ എടുക്കുക. നമ്മുടെ മാപ്പ് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഓറഞ്ച് കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത്. ഈ ചെറിയൊരു വയലറ്റ് ട്രീ ആണ് നമ്മുടെ വണ്ടിയുടെ ലൊക്കേഷനാണ്. വെച്ചാൽ വണ്ടീൻ്റെ ആ കൂർത്തിരിക്കുന്ന ഭാഗം ആണ് വണ്ടിയുടെ ഫ്രണ്ടിലോട്ടുള്ളത്. പിന്നെ ഈ ഒരു റെഡ് പോലെ ഓറഞ്ച് കളർ പോലെ കാണിക്കുന്ന നമ്മൾ പോകേണ്ട വഴിയാണ്. പിന്നെ ഇവിടെ ഒരു പച്ച ലൊക്കേഷൻ പിന്നെ കാണുന്നില്ല, അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ഈ ഓറഞ്ച് ബൈക്ക് പോയിട്ട് കുറേ പോകാൻ കിട്ടാം. അപ്പം എൻ്റെ എൻഡിങ്ങും നോടും അത്യാവശ്യം വലിയൊരു ലോങ് ആയ മാപ്പാണ് കേട്ടോ. ഇത് വലിയൊരു മാപ്പാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പം ഈ കാണുന്നൊരു മഞ്ഞ ആണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത്. ആ ഒരു വയലറ്റ് കണ്ട, അതാണ് നമ്മുടെ ലൊക്കേഷൻ, മീൻസ് ആളെ ഇറക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ ഈ വഴി നോക്കി അങ്ങ് പോവുക. ഞാൻ ജസ്റ്റ് ഓൾറെഡി കളിച്ചു, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ള നമ്മുടെ മച്ചാന്മാർക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ നേരെ വണ്ടിയൊക്കെ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബസ് ഇതുപോലെ തന്നെ ക്രാഷൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഇടിച്ചാൽ സൗണ്ടൊക്കെ ഉണ്ടാവും. പിന്നെ സൗണ്ട് കുറച്ചിട്ടതാണ്, കാരണം നമ്മുടെ വോയിസ് ചിലപ്പം കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ആദ്യം ഒരു ഓഫ് റോഡാണ് കിട്ടിയത്. അപ്പോൾ ഈ ഓഫ് റോഡ് കയറുമ്പം നമുക്ക് നേരെ നല്ലൊരു റോഡിലെത്തും. പിന്നെ വണ്ടിക്കൊക്കെ നല്ല ഫിസിക്സാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ. ബസ്സിടുന്നതിനെക്കാട്ടിലും നല്ലൊരു അത്യാവശ്യം ഫിസിക്സാണ് കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടി എന്താ പറയുക, ഈ കുലുക്കോ എന്താ പറയുക, നമ്മുടെയൊക്കെ നാട്ടിലൊരു വണ്ടി ഓടുന്ന ഒരു വൈബാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വരുന്നുണ്ട്, കാരണം ഇതാകുമ്പോൾ നിങ്ങൾക്ക് 1 GB 2 GB കളിക്കാം. നമ്മുടെ നാട്ടിലെ ഗെയിം പോലെ ആകെ നമുക്ക് മോഡ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഓപ്ഷൻ്റെ ഒരു കുറവുണ്ട്. ട്രാഫിക് മോഡ് എന്നൊക്കെ വെച്ചിട്ട് കിട്ടില്ല. ട്രാഫിക് മോഡാണ് എഴുതിയത് വരെ മലയാളത്തിലാണ്. നമ്മുടെ കേരളത്തിലെ കംപ്ലീറ്റ്ലി ഞാൻ ബസ് സ്റ്റോപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചുതരാം. പിന്നെ റോഡ് മേൽ ഒരു പച്ച ക്യൂബിൻ്റെ ചിഹ്നം കണ്ട, ഇതാണ് നമുക്ക് ബസ് സ്റ്റോപ്പ്. നമ്മുടെ ഈ പച്ചേൻ്റെ ഉള്ളിൽ കയറ്റുമ്പം ഇവിടെ നമുക്ക് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് സൈഡിലായിട്ട് ഓപ്പൺ ഡോറെന്ന് കാണിക്കും. അപ്പോൾ ഡോറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടീൻ്റെ ഫോണിൻ്റെ ഇപ്പോൾ ഇങ്ങനെ വെക്കില്ല. അപ്പം ഏറ്റവും അടിയിൽ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു ഡോറിൻ്റെ ചിഹ്നമുണ്ട്. നമ്മൾ ഡോറ് തുറന്നിട്ടത് പോലത്തെ അത് തൊടുമ്പം ഡോർ ഓപ്പൺ ആകും. ഡോർ ഓപ്പൺ ആകുമ്പം ആൾ കയറും. അപ്പോൾ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. അപ്പോൾ വെയിറ്റ് ചെയ്യുക, ലെസ്കോ എന്ന് കാണിച്ചിട്ട് ലെസ്കോ. പിന്നെ ഡോർ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ആ ചോപ്പ് നമ്മൾ നേരത്തെ ഓണാക്കിയ ഡോറിൻ്റെ അതിനെ തൊട്ട് നമുക്ക് ഡോർ ഓപ്പൺ ആവും. പിന്നെ ഒന്നും നോക്കണ്ട, വണ്ടിയിൽ അറഞ്ചം പറഞ്ഞ് എടുത്ത് വിട്ടേക്കുക. പിന്നെ നമ്മുടെ ബസ് ഇതുപോലെ അറഞ്ചം പറഞ്ഞ സ്പീഡൊന്നും കയറത്തില്ല. സ്പീഡൊക്കെ ഒരു നോർമൽ ലിമിറ്റ്. കാരണം നമ്മുടെ കേരളത്തിലെ ബസ്സുകളുടെ സ്പീഡ് എന്നൊക്കെ വെച്ചാൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ 100, 110, 100, 300 ഒക്കെ അങ്ങ് എത്തും. പക്ഷെ ഇതങ്ങനെയൊന്നും എത്തത്തില്ല. നമ്മുടെ നാട്ടിലൊരു വണ്ടിയുടെ ഒരു വൈബ് എന്ന് വെച്ചാൽ 30, 40, 60 ഈ ഒരു ഇതിലാണ് നമ്മുടെ വണ്ടി പോകത്തുള്ളൂ. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു കിട്ടില്ലൊരു. പിന്നെ ഇവിടെ ബസ് സ്റ്റോപ്പിലൊക്കെ ആളെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം ഒറിജിനാലിറ്റി ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ കുറച്ച് ആൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ വണ്ടി എന്നൊക്കെ നമ്മുടെ എന്താ പറയുക, അല്ലാത്ത വണ്ടി ഇത് കണ്ടൊരു പച്ച വണ്ടി, ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ വണ്ടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അശോക് ലൈലാൻഡിൻ്റെ ദോസ്ത്, ട്രാവലർ, ലോറി, കാറ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ട്രാഫിക്കാണ്. അപ്പോൾ നമുക്കിപ്പോൾ ട്രാഫിക് മോഡൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രാഫിക് മോഡ് മേക്ക് ചെയ്യാൻ സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് എനിക്ക് ട്രാഫിക് മോഡൊക്കെ ഇറക്കി തരുന്നുണ്ട്. നല്ല കിടിലൻ പ്രൈവറ്റ് ബസ്സിന് വേണം പ്രൈവറ്റ് ബസ്. അപ്പോൾ ഓൾറെഡി ഇപ്പം കൊടുത്തിട്ടുള്ളത് പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഇതിലില്ല. അപ്പോൾ അടുത്തത് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ വണ്ടി ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ബോറായിരിക്കും, കാരണം എന്താ പറയുക, ഇതിപ്പം വരുന്നത് ഈ വണ്ടിയൊക്കെ വരുന്നത് നമ്മുടെ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയാണ്, ഈ നീല വണ്ടിയാണ്. അതാ അപ്പോൾ ഇതൊക്കെ ഓൾറെഡി കൊണ്ടോട്ടി ഫ്രണ്ടാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ബോറുണ്ടാവും. എന്തായാലും നമുക്ക് അത്യാവശ്യം കളിക്കാൻ ഭാഗത്തുള്ള ഒരു കിടിലൻ
ട്രാഫിക് മോളാക്കിയിട്ട് ഞാൻ എനിക്ക് ഇറക്കി സെറ്റ് ചെയ്ത് തന്നെ ട്രാവലറായാലും ആദ്യം നമ്മളിപ്പം നോൺ കളർ കോഡ് ഇറക്കാം. അപ്പം നോൺ കളർ കോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ കൊമ്പൻ, വണ്ണസ്, കാളി, അപ്പം അങ്ങനത്തെ എല്ലാ ജയ്ഗുരു, അപ്പം അതിൻ്റെയൊക്കെ പച്ച വണ്ടികൾ. അപ്പോൾ കളർ കോഡ് അല്ലാത്തൊരു വണ്ടി വരുന്നുണ്ട്. അപ്പം ആദ്യം നമ്മുടെ നോൺ കളർ കോഡ് വരും, പണ്ടത്തെ മനസ്സിലായല്ലോ, പച്ച കളറ്, പിങ്ക് കളറ് ഒക്കെ വരും. പിന്നെ നമ്മൾ കളർ കോഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് തരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇതുവരെ ഇപ്പം കേരളത്തിൽ നിന്ന് ആരും നമ്മുടെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അത്ര ആക്റ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് ഉറപ്പില്ല. അപ്പം നമ്മൾ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു അപ്പം ഇതൊന്ന് ആക്റ്റീവ് ആയേക്കാമെന്ന് വിചാരിച്ചു ഈ ഗെയിം. കാരണം എല്ലാവർക്കും കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ്. അപ്പോൾ 1 GB 2 GB എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഗെയിം ഇവർ ഇറക്കിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് സുഖമാണ്, ഒന്നും പറയണ്ട ഗൈസ്, നല്ല സുഖമുള്ള ഗെയിമാട്ടോ. അപ്പോൾ വണ്ടിക്ക് ക്യാമറ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്യാമറ ആംഗിൾ. പിന്നെ ഇത് 3 നമ്മുടെ പാസഞ്ചർ ക്യാമറ ആംഗിൾ. പിന്നെ ഇത് 4 നമ്മുടെ കേബിൻ്റെ കൊമ്പ്, മിററൊക്കെ വർക്കിംഗ് ആണ്. ഹെഡ്ലൈറ്റ് ഇത് ഡിമ്മ് കത്തുന്നുണ്ട് ഗൈസ്. പിന്നെ അതേ ഓഫ് റോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓഫ് റോഡ് പോകുമ്പോഴുള്ള വണ്ടിയുടെ ഒരു ഫിസിക്സ് നിങ്ങൾ നോക്കുക. ഒറിജിനൽ ബസ് പോകുന്നൊരു എന്താ പറയുക, ആ ഒരു സസ്പെൻഷൻ അഥവാ ഫിസിക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗെയിമർ ചങ്ക്സ് കിട്ടുന്നതാണ്. അപ്പം ഇനി മോഡ് ഏഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി, അഥവാ നമ്മുടെ വീഡിയോ ഗെയിമർ ചങ്ക്സ് കണ്ടിട്ടുണ്ടെങ്കിൽ മച്ചാനെ കൊള്ളാം വീഡിയോ എന്നൊക്കെ. അത് കുറേ കാലം നമ്മൾ വോയിസ് കവർ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഗെയിമർ ചങ്ക് മച്ചാനെ പേരെന്നറിയില്ല, എന്തായാലും ഗെയിം സൂപ്പറാണ്. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ ഫാമിലീനോട് പറയാനുള്ളത്, ഗെയിം സൂപ്പറാണ്, ഒരു രക്ഷയല്ല. കാരണം ബസ്സിഡിൻ്റെ ഒക്കെ ഒരു ലെവലിലെത്തി, ചിലപ്പോൾ ബസ്സിഡിനെക്കാട്ടൊക്കെ മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇപ്പം അങ്ങനെ പറയില്ല, കാരണം ബസ്സിഡിൻ്റെ ആരാധകരെ നമ്മൾ തളർത്തരുത്. കാരണം ഞാനൊക്കെ തുടങ്ങിയതേ ബസ്സിഡിന്നാണ്. എന്തായാലും ബസ്സിഡിൻ്റെ ഒക്കെ കൂടെ പിടിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. പിന്നെ ബസ്സിഡിൽ കുറച്ച് ഗ്രാഫിക്സ് ഉണ്ട്, പക്ഷേ അതിലില്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഈ ആളെ കയറ്റുന്നത് അതൊക്കെയാണ് നമുക്ക് മെയിൻലി വേണ്ടത്. പിന്നെ പക്ക നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട്. പിന്നെ ഉണ്ട് മാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വൈകിട്ട് പോയി വണ്ടി ഇടിച്ചാൽ വണ്ടി അവിടെ നിൽക്കുകയൊക്കെ ചെയ്യട്ടെ, അങ്ങനത്തേതൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ വണ്ടി നമ്മളിപ്പോൾ എടുത്ത് നേരെ പോവുകയാണ്. അപ്പം ഞാൻ ആളെ ഇറക്കേണ്ടത് ഇപ്പം ഞാൻ പറഞ്ഞു തരാൻ മാപ്പൊന്ന് നോക്കട്ടെ, കുറേ ദൂരം ഉണ്ടോ എന്നൊന്ന് നോക്കട്ടെ. കുറേ ദൂരം ഉണ്ടെങ്കിൽ നമുക്കിപ്പം വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കാം. അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ എനിക്ക് ടൈമില്ല കൈസ്, ഞാൻ പണിക്ക് പോകുന്നുണ്ട്, അപ്പോൾ അതിന് ലീവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ 2 ദിവസം ഒക്കെ കൂടുമ്പോൾ ഇടുന്നത്. 2 ദിവസം കൂടുമ്പോൾ ഒന്നുമില്ല, ഇടയ്ക്കൊക്കെ ഇടുന്നത്. കാരണം ചാനൽ കംപ്ലീറ്റ് ഡൗൺ ആയി പോയെടുത്ത് മുമ്പ് പൊന്തിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് കൂടി കിടക്കട്ടെ, നമുക്ക് റീച്ചുള്ള വേണ്ടത് ഗൈസ്. പിന്നെ മച്ചാനെ ഇത് ഒരു കിടിലൻ വ്യൂ ഒക്കെ ഉണ്ടിട്ടാ, ഓ സീന്. അപ്പം മച്ചാന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ ഗെയിം. പിന്നെ ആ ഗെയിം എങ്ങനെ എൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. പിന്നെ അതുപോലെ തന്നെ വന്നേരം ഞാനൊരു സാധനം കണ്ടുപിടിച്ചു ഗൈസ്, ഒരു രണ്ടാമത്തെ ഒരു ബസ് സ്റ്റാൻഡ്. അപ്പം ആകെ 3 ബസ് സ്റ്റാൻഡ് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതല്ല കേട്ടോ നമ്മുടെ ബസ് ഹാൾട്ട് വരുന്നത് ഇവിടെ ആണ് അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നേരെ പോകുന്ന ടൈമിൽ അങ്ങോട്ടാണ്, അപ്പോൾ ഇവിടെ തന്നെയാണ് ഗൈസ്. അപ്പം അതൊന്ന് കൺഫേം ആക്കണം. ഞാൻ ബസ് സ്റ്റാൻഡ് കണ്ട ഒരു ഇതിൽ ഇങ്ങോട്ട് കയറി പോകുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡൊന്ന് ഓവറോൾ അക്ഷരസ്ഫുടതയുടെ പ്രശ്നമാണ് കേട്ടോ, ചുറ്റിക്കറങ്ങി കാണിച്ചു തരാം. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം, പിന്നെ ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു ബസ് സ്റ്റാൻഡ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് ഉണ്ടാകും കാരണം ഗെയിമിന്, കാരണം അതിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം അതുപോലെ തന്നെ ചെടികളൊക്കെ കുറച്ച് മരങ്ങളൊക്കെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. കാരണം ഇനിയിപ്പം ഇനിയിപ്പോൾ അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നല്ല കിടിലൻ ഗെയിമായിട്ട് വരും ഗൈസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ കൊണ്ടിടുമ്പം കളക്ഷൻ കാണും, കളക്ഷൻ കൊടുക്കുക. പിന്നെ നമുക്ക് ഡയറക്റ്റ് പൈസ വേണമെങ്കിൽ ക്ലോസ് കൊടുക്കാം.
നമുക്ക് ഓഡിയോൻ്റെ പൈസ കിട്ടും. വാച്ച് എയ്ഡ് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടുന്നതല്ലേ നല്ലത്. അപ്പം വാച്ച് എയ്ഡ് കൊടുക്കാം. അപ്പോൾ പരസ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യം, അപ്പം ഇതിന് സൗണ്ടൊന്നുമില്ല ഗൈസ്. അപ്പം അതുകൊണ്ടാണ് സാധാരണ പരസ്യത്തിന് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ ബെസ്റ്റ് എനിക്ക് പറയുകയാണ് ഗൈസ്, സിമുലേറ്റർ ഗെയിമിൽ ബസ് സിമുലേറ്ററും ഇതും ഒക്കെ സെറ്റാണ്. അപ്പം ബസ് സിമുലേറ്ററിൽ നമുക്കിപ്പം മെയിൻലി ട്രാഫിക് മോഡൊന്നും ഇറങ്ങുന്നില്ല. അപ്പം ഇറങ്ങുന്നുണ്ട്, പക്ഷേ അത് നമുക്ക് എന്താ പറയുക, അത്ര പക്ക ട്രാഫിക് മോഡൊന്നും ഇറങ്ങുന്നില്ല. പിന്നെ മാപ്പ് ഡൗൺലോഡിങ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ നമ്മൾ വളയണം. കാരണം മാപ്പ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ തന്നെ വേറെ ഫയൽ സെക്കൻഡ് എന്താ പറയുക, തേർഡ് പാർട്ടി അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടി ആപ്ലിക്കേഷൻ APK യൂസ്. അപ്പം അതൊക്കെ കുറേ ആൾക്ക് പ്രശ്നം എന്താ പറയുക, പേടി പോലെ ഉണ്ട്. അപ്പം നമ്മളെ ഇന്നത്തെ ട്രിപ്പ് നെയിം അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൻ്റെ നെയിം കോതമംഗലം ടു മൂവാറ്റുപുഴ, അതാണ് നമ്മൾ ഇന്നെടുത്ത റൂട്ട്. അപ്പോൾ ട്രിപ്പ് കളക്ഷൻ നമുക്ക് ഇന്ന് കിട്ടിയത് 296 ട്രിപ്പ് കളക്ഷൻ. പിന്നെ ബസ് സ്റ്റോപ്പ് കളക്ഷൻ 667.75%. പിന്നെ ഡബിൾ കളക്ഷൻ, അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് പരസ്യം കണ്ടുകൊണ്ടാണ് തോന്നുന്നത് 963. പിന്നെ ടോട്ടൽ കളക്ഷൻ വന്നിട്ടുള്ളത് 1926 ഗൈസ്, നോക്കൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തേത്. അപ്പോൾ ക്ലോസ് കൊടുക്കുക. അപ്പോൾ ക്ലോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഗെയിമിൽ നിന്ന് എക്സിറ്റ് അടിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഗെയിമിൽ തന്നെ കിടക്കും. നമുക്കിനിപ്പോൾ വേറെ ട്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആ കള്ളി കൊണ്ട് വെച്ചാൽ വേറെ ട്രിപ്പ് എടുക്കാം. എക്സിറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ചുവന്ന ഡോറ് തുറന്നെടുക്കുന്നുണ്ടാവും, അത് തൊടുക. അപ്പം എക്സിറ്റ് എന്ന് കൊടുത്താൽ എക്സിറ്റ് ടു മെനു എന്ന് കൊടുത്താൽ യെസ് കൊടുക്കുക. നമ്മൾ നേരെ വണ്ടീൻ്റെ ഗ്യാരേജിലോട്ട് എത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലോഡിംഗ് പേജ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പൈസ കൂടി ഗൈസ്. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ബസ് സിമുലേറ്റർ കേരളൻ്റെ ഒരു കിഡിലൻ അപ്ഡേറ്റ്. പിന്നെ ലീഡർഷിപ്പ് എനിക്ക് ലീഡർ ബോർഡ് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു കിഡിലൻ ഗെയിമാണ് ഗൈസ്. അപ്പം ഗെയിം ഏതാണെന്നുള്ളത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പം വെച്ചാൽ വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.